എന്റെ പൊന്നു മേഡം, എന്നെ ഇവിടെ നിന്ന് ഇറക്കി വിടും മേഡം. ഇന്നലെ രാത്രിയോട്ട് എന്നോട് പിടിച്ചിട്ടൊക്കെയല്ലേ. കൊറേ നേരമായില്ല നീ കടന്ന് മോങ്ങുന്ന്. കള്ളും കുടിച്ച് വണ്ടി ഓടിച്ചപ്പോ ഓർക്കണായിരുന്നു ഇവിടെ വന്ന് ഇങ്ങനെ മോങ്ങേണ്ടി വരുമെന്ന്. നിന്നെ ഒറ്റ ഇടുക്കിയാന്ന് ഉറക്കിക്കളയും പറഞ്ഞേക്കാം. എന്തുവാടോ നീ പറയുന്നത്? ഒന്നും മനസ്സിലായില്ല. ഓ, അപ്പൊ ഞാൻ പറയുന്നത് മാത്രം മനസ്സിലാവുന്നില്ല, നിങ്ങൾ ഈ വൈറൽ സെറ്റിലൂടെ പറയുന്ന കറക്റ്റ് മനസ്സിലാവുന്നുണ്ടല്ലേ? എന്നെ ഇറക്കി വിടും മേഡം. നിന്നെ അങ്ങനെയൊന്നും ഇറക്കി വിടാൻ പറ്റത്തൊന്നുമില്ല. ജാമ്യത്തിൽ ഇറക്കാൻ ആരെങ്കിലും വന്നാൽ ഇറക്കി വിടാം. വരും. ആര്? എന്റെ തമ്പി അണ്ണൻ വരും. ആരാടാ തമ്പി? ആരാടാ തമ്പി എന്നാ? തമ്പി അണ്ണന്ന് വിളിക്കണം. ഞാനിവിടുത്തെ SI ആ. SI ആയാലും കമ്മീഷണർ ആയാലും തമ്പി അണ്ണന്ന് വിളിക്കാവൂ. തമ്പി അണ്ണനെ കുറിച്ച് അറിയില്ല. അറിയാൻ മേലാത്തവരെയും കൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഇറക്കി വിടുക. അയ്യോ, മേഡത്തിന് അറിയത്തില്ല, പക്ഷെ എനിക്കറിയാം. ആ, നിനക്കറിയാമെങ്കിൽ എനിക്കറിയത്തില്ലല്ലോ. എനിക്കറിയത്തില്ലാത്ത ആളെ കൊണ്ട് വന്നാൽ ഞാൻ നിന്നെ ഇറക്കി വിടത്തില്ലല്ലോ. മേഡം, ഞാൻ ഈ കണ്ടന്റ് അങ്ങ് ഉപേക്ഷിച്ചു. ഇനി ഞാൻ തമ്പി അണ്ണനെ കുറിച്ചൊരു പ്രൊഫൈൽ അങ്ങോട്ട് പറഞ്ഞു തരാം. തൊട്ടതൊക്കെ പൊന്നാക്കുന്നതാണ് എന്റെ തമ്പി അണ്ണൻ. ഓട്ട മത്സരത്തിന് കിട്ടിയ വെള്ളിക്കപ്പ് തൊട്ട് സ്വർണ്ണക്കപ്പാക്കിയ എന്റെ തമ്പി അണ്ണൻ. ഇത്രയും സ്വർണ്ണത്തിൽ തൊട്ടിട്ടും കസ്റ്റംസിന് പോലും പിടിക്കാൻ പറ്റാത്ത ഏക വ്യക്തിയാണ് തമ്പി അണ്ണൻ. പ്ലീസ് വെൽക്കം ദ വൺ ആൻഡ് ഓൺലി ഗോൾഡൻ സ്റ്റാർ തമ്പി അണ്ണൻ. പ്ലീസ് വെൽക്കം ഇൻ ദ സ്റ്റേഷൻ. സോറി, സൈറ്റ് മാറിപ്പോയി. സോറി അല്ല, ഏതോ സായിപ്പിനല്ലേ വിളിച്ചത്? ഞാൻ ഇംഗ്ലീഷിൽ ഒന്ന് ബൂസ്റ്റ് ചെയ്തതല്ലേ? അങ്ങനെ ഓക്കെ, സോറി. ജോൺ പീറ്റർ, എൻട്രി മ്യൂസിക്. തെക്കുള്ളപ്പ വടക്ക് വാ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലൊക്കെ പോ. ആ മക്കളെ, അനുഗ്രഹം വാങ്ങിക്കും. അതാരാ? അണ്ണ, ഇത് ഇവിടുത്തെ വനിത SI ആണ്. ഒന്ന് അനുഗ്രഹം വാങ്ങിക്കാൻ പറയൂ. കളിപ്പാണ്. ഒരു കരിപ്പുമില്ല. തമ്പിയുടെ ഫാൻസ് അവിടെ വന്നിരിക്കുന്നത്. നോക്കണ, സെയിം ഡ്രസ്. അത് സംസ്ഥാന സെക്രട്ടറി മേവള പത്മകുമാർ, സംസ്ഥാന പ്രസിഡന്റ് തൊടുപുഴ സുരേഷ് മാഷി. പിന്നെ അവരൊക്കെ ആഭരണം പോലും തമ്പിണ്ണം തൊട്ടാ പൊന്നാക്കി കൊടുത്തത് കണ്ടാ. പിടിക്കുന്നില്ല. പോട്ടെ മോനെ, നിന്നെ SI എവിടൊക്കെ തൊട്ട്? എന്നെ ഇവിടെയും തൊട്ട്, ഇവിടെയും തൊട്ട്, ഇവിടെയും തൊട്ടെണ്ണ. ഭഗവാനെ, എന്നെ പിടിച്ചാ മതിയായിരുന്നു. ഒരു കാര്യം ഞാൻ പറയാം, എന്റെ ദേഹത്തോട്ടെ ചെറുക്കനെ തൊള്ളാൻ പറ്റത്തുള്ളൂ. ഇനി തൊട്ടോ. എന്നെ അടിക്കല്ലേ. പിന്നെ മോനെ, വാവച്ചി പറഞ്ഞോളൂ. പാവച്ചല്ലാതെ എവിടെ വെച്ചാടാ വർത്താനം പറയുന്നേ? അയ്യോ, അതല്ലെന്ന്, പിന്നെ വീട്ടിൽ വിളിക്കുന്നവരാ വാവച്ചി. എനിക്ക് മാത്രമല്ല, തമ്പിയുടെ വീട്ടിൽ വേറെ പേരുണ്ട്. പറഞ്ഞു കൊടു മോനെ. ഒറാങ്കുട്ടൻ. പിന്നെ എന്നെ ബൂസ്റ്റ് ചെയ്ത് പറഞ്ഞോളൂ. അത് മേഡം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, തമ്പിയണ്ണ എവിടെ തൊട്ടാലും അവിടെ പൊന്നാണ്. സത്യം. ഈ ഇടയ്ക്ക് വിഴിഞ്ഞം കടപ്പുറത്ത് ഒരു മത്സ്യകന്യക വന്നങ്ങ് അടിഞ്ഞ് തമ്പിയണ്ണം പോയി തൊട്ട് മാറി. പൊന്നായി മാറിയോ? കന്യക എന്നുള്ള പേര് മാറി. അവിടെ വിഴിഞ്ഞം കടപ്പുറത്ത് കുലുക്കി സർവത്ത് വിറ്റ് കിടക്കുന്നു. ഇങ്ങോട്ട് മാറേ. ഞാൻ വേറൊരു സംഭവം പറയാം. അതായത് അമേരിക്കയിൽ നിന്ന് കുറച്ച് ഫാമിലി ഇവിടെ കേരളത്തിൽ വന്നു. അവരെന്നെ വിളിച്ച്, തമ്പിയണ്ണ ജോസ് പ്രസാദ് സൗണ്ട് ഒക്കെ പറയൂ. എടാ, സായിപ്പ് എന്നെ വിളിച്ചതാ. സായിപ്പായിരുന്നാ? ഹലോ മിസ്റ്റർ തമ്പിയണ്ണൻ. ഹായ് ശീലാമ്മ. നോ മദാമ. ഇത് ഇപ്പം ഇതാരണ്ണ? മദാമയുടെ സായിപ്പിന്റെ മോള്. രാവിലെ വിളിച്ചു പറയാൻ. താൻ ഈ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഭഗവാനെ, ഒരു കള്ളക്കഥ ഇംഗ്ലീഷിൽ പറഞ്ഞത് ഇനി തർജ്ജമ മലയാളത്തിൽ ചെയ്യണമല്ലോ. കുഴപ്പമില്ല, അത് വേറൊന്നുമില്ല. അമേരിക്കയിൽ നിന്ന് സായിപ്പ് വന്ന് എന്നെ വിളിച്ചു, തമ്പി അണ്ണ എന്റെ മോന്റെ തലയിൽ നിന്ന് തൊട്, ഒന്ന് പൊന്നാക്കാൻ പറഞ്ഞു. ഞാൻ തൊട്ട് പൊന്നായി. ആ ചെറുക്കന്റെ പേര്, നമ്മൾ ഈ മഴ പെയ്യുമ്പോഴേ ഈ വെള്ളം വീഴുന്ന ഒരു പാത്രം ഉണ്ടല്ലോ. യെസ്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ്. അണ്ണൻ ട്രംപിന്റെ തലയിൽ. പിന്നെ തലമുടി എന്ത് കളറാ? സ്വർണ്ണ കളറ്. തൊട്ടതാരാ? തമ്പിയണ്ണൻ. തമ്പിയണ്ണൻ തൊട്ടാ പൊന്നാണല്ലോ. തമ്പിയണ്ണ ഈ കഥ മാത്രം എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. എന്റെ മോനെ, തമ്പിയണ്ണന്റെ കഥ ഒരു പരമ്പരയാ. അതിങ്ങനെ എപ്പിസോഡ് ഇങ്ങനെ വന്നോണ്ടിരിക്കും. എല്ലാം കൂടെ ഒരു ഒറ്റ എപ്പിസോഡ് പറഞ്ഞ കണ്ടന്റ് തീർന്നു പോകത്തില്ലേടാ. അത് ശരിയാണ്. മേഡം, പിന്നെ വേറൊരു കാര്യം. ഈ ഇടയ്ക്ക് തമ്പിയണ്ണ റോഡേ പോവരുന്നു. അപ്പൊ ഒരു ചാമ്പാലിപ്പട്ടി സൈഡിൽ കൂടെ പോയി. തമ്പിയണ്ണ പോയി നേരെ അങ്ങ് തൊട്ട് ആ പട്ടിയുടെ പേര് വരെ മാറി. എന്തോ പേര്? പറഞ്ഞു കൊടുണ്ണ. ഞാൻ പറഞ്ഞ നാക്കുളുക്കും, നീ പറഞ്ഞു. ഗോൾഡൻ റിട്രീവർ. ഗോൾഡ് കണ്ട തൊട്ടതാരാ? തമ്പിയണ്ണൻ. പൊന്നാവത്തില്ലേ? വേറെ വല്ല പട്ടിയാൻ തൊട്ടോ? വേറെ ഈ തൊടാൻ വേണ്ടി ആൾക്കാർ വിളിക്കുന്നുണ്ട്. തമ്പിയണ്ണ സമയമില്ലാത്തോണ്ട് തമ്പിയണ്ണ പറഞ്ഞ് തൽക്കാലം ഡാഷ് ഇട്ട് വെക്ക്, പേര് കിട്ടുമ്പോ ഫില്ല് ചെയ്യാന്ന്. ആ പട്ടിയൊക്കെ എന്തോ ഇന്ന് അതല്ലേ ഡാഷ് ഹണ്ട്. പിന്നെ വേറെ ഒരു സംഭവം പറയട്ടെ മേഡം. നമ്മളെ നാട്ടിലുണ്ടല്ലോ ഒരു 3 മാസത്തിന് മുമ്പ് ആൾക്കാർ ഒരു പറച്ചിലുണ്ടായിരുന്നു, അറിയാലോ.
ഭയങ്കര ചൂട് പൊള്ളുന്ന ചൂട്. എന്നിട്ട് പറയും മഴയൊന്ന് ചാറിയാൽ മതിയായിരുന്നു, പെയ്താൽ മതിയായിരുന്നു. ഇപ്പോഴോ മഴ പെയ്തപ്പോഴോ നാറിയ മഴ, വൃത്തിയായിട്ട മഴ, ഭയങ്കര മഴ. അതെന്തിനാ ഇപ്പൊ ഇവിടെ പറഞ്ഞത്? അത് ട്രെൻഡിങ് ടോപ്പിക്കാ. അത് ഇപ്പം പറയാൻ പറ്റില്ലെങ്കിൽ വേറെ വല്ല ടീം പറയും. അത് മാത്രമല്ല, നമുക്ക് പറയണമെങ്കിൽ ഇനി 1 വർഷം കഴിയും. തമ്പിയണ്ണനെ ട്രെൻഡിങ്ങാ, പുതിയ ട്രെൻഡിങ് സാധനം പറഞ്ഞുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല മേഡം, തമ്പിയുടെ കഥ കുട്ടികൾക്കിടയിൽ വരെ വൈറലാണ്. എന്താ ഈ പൊന്മുട്ടിടുന്ന താറാവ് ആരുടെ കഥയാണ്? സ്കൂളിൽ പഠിപ്പിക്കുന്ന അത് തമ്പിയുടെ കഥയാണത്. തമ്പിയുടെ വീട്ടിലെ താറാവ് ഒരു ദിവസം മുട്ടയിട്ടില്ല. തമ്പിയുടെ നേരെ താറാവിനെ ഇങ്ങ് എടുത്ത് മുട്ടയിടുന്ന സ്ഥലത്തൊന്ന് തൊട്ട്, പിന്നെ താറാ പറ പൊന്മുട്ടയല്ലായിരുന്ന തൊട്ടതാരാ? തമ്പിയണ്ണൻ. പിന്നെ അത് മാത്രമല്ല, ഈ ഇടയ്ക്ക് ഈ ഭയങ്കര വൈറലായി. ബംഗ്ലാദേശിൽ ഒരു പോത്ത് തമ്പിയണ്ണം പോയി തലയിലൊന്ന് തൊട്ട്, മുടിയോ സ്വർണ്ണ കളർ. അണ്ണം തൊട്ടാണ് പിന്നെ വൈറലായില്ലേ? ഇതെല്ലാം മൊബൈലിൽ കണ്ടിട്ടുണ്ടല്ലോ. കുട്ടിയൊക്കെ എന്നെ വിളിച്ച്, ഈ സൈഡിലെ കുറെ പല്ല് കേടാ, തമ്പിയണ്ണം ഒന്ന് തൊട്ട് സ്വർണ്ണാക്കി തരാൻ പറഞ്ഞു. പോയോ? ഞാനാ സ്വർണ്ണപ്പല്ല് വെച്ചത് എന്താ കാര്യം? അവൻ ആദ്യം നാക്ക് നന്നാക്കാൻ പറ. അത് നന്നായിട്ട് തമ്പിയണ്ണൻ ചെയ്തു കൊടുത്തേനെ. കാരണം തമ്പിയണ്ണൻ നമ്മുടെ നാട്ടിലെ നന്മ മരമാണ്, നന്മ മരം. എന്നിട്ട് ഞാൻ അറിഞ്ഞില്ലല്ലോ ഇതുവരെ. അതെ, മുളയിലെ 2 നാട്ടുകാരും നുള്ളി കളഞ്ഞു. മനസ്സിലായില്ല. അതെ, ഈ കാരറ്റ് ജംഗ്ഷനിൽ കണ്ണ് കാണാത്തൊരു അപ്പ അവിടെ നിൽക്കായിരുന്നു. തമ്പിയണ്ണ അയാളെ നേരെ ബസ് കയറ്റി അങ്ങ് വിട്ട്. അതൊക്കെ നല്ല കാര്യമല്ലേ? ഇവിടെ വന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെ വന്ന് ആദരിക്കത്തില്ലേടോ? പുള്ളിക്ക് ഇറങ്ങേണ്ടത് തൊട്ടടുത്ത സ്റ്റോപ്പായ കിളിമാനൂര്. ഞാൻ കയറ്റിവിട്ടത് KSRTCയിലെ മിന്നൽ ബസ് ബാംഗ്ലൂർ നോൺ സ്റ്റോപ്പ്. 2 മാസം കൊണ്ട് അപ്പന്റെ നാട്ടുകാരും വീട്ടുകാരും അപ്പനെ തിരക്കി ബാംഗ്ലൂരിൽ മൊത്തം കറങ്ങി നടക്കുകയാണ്. അണ്ണൻ ബൂസ്റ്റ് ചെയ്തില്ലേ അണ്ണ? മാഡം, തമ്പിന് ഈ കഴിവല്ല, വേറൊരു കഴിവും കൂടെ ഉണ്ട്. നോക്കി നിന്ന് ആൾക്കാർ അസുഖം കണ്ടുപിടിക്കും. ഞാൻ ഈ ഇടയ്ക്ക് ലേഡീസ് ഹോസ്റ്റലിന്റെ ഫ്രണ്ട് എത്തിയപ്പോ തല കറങ്ങിയൊന്ന് വീണു. ഒരു പെണ്ണ് എന്നെ എടുത്തോണ്ടങ്ങ് പോയി. പിന്നെ എന്റെ ചുറ്റും എന്തോരം പെണ്ണുങ്ങളായിരുന്നു. എന്റെ അസുഖം എന്തരണ്ണ? ഞരമ്പ്. അല്ല, ഈ കഴിവ് മാഡത്തിന് എങ്ങനെ കിട്ടി? ഒന്ന് പറയേ. ഞാൻ വന്നപ്പോ കൈ കാണാൻ തന്നായിരുന്നോ? കുഴപ്പമില്ല. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും SIക്കുമുണ്ട് ആ സൗരഭ്. ധൈര്യമായിട്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, എനിക്ക് വേണ്ടി സ്വഭാവം ഇഷ്ടപ്പെടുത്തില്ല. പിന്നെ ചന്തിക്ക് ഒരു ഒറ്റ അരി വെച്ച് കൊടുക്കാൻ പോയതാ. പിന്നെ വേണമെന്ന് വെച്ചതാ. വേറെ ഒന്നുമില്ല, തമ്പിയണ്ണം തൊട്ടാണല്ലോ ചന്തി സ്വർണ്ണ ചന്തയാവും. പിന്നെ അത് മാത്രമല്ല, ഈ ഡോക്ടർമാരും നേഴ്സുമാരൊക്കെ ഇഞ്ചക്ഷൻ വെക്കാൻ വരുമ്പോണ്ടല്ലോ, ഇവന്റെ ചന്തയിൽ പിന്നെ എഴുതും 916 എന്ന് തങ്കലിപികളാൽ കൊത്തിവെക്കും. അതുകൊണ്ട് മാത്രം തമ്പിയണ്ണം തൊട്ടില്ല. ഒരു മിനിറ്റ് വേണം മേഡം, ഒരു മിനിറ്റ്. മാഡം അതോടെ പോണു. വിളിച്ച് ഒരു അയ്യോ, ഞാൻ മാഡത്തിനല്ലേ വിളിച്ചത്, തമ്പിയണ്ണ വിളിച്ചത്. സത്യം, എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ ഒരു SI ചമ്മിക്കുന്നത്. സത്യം, വേറൊന്നും തോന്നരുത്. കുട്ടികളെ, അലീസ ഇലീനെ നിങ്ങളെ ഒരു വനിതാ SI ഫുൾ യൂണിഫോമിൽ തോളത്തെ സ്റ്റാർ വെച്ച് ചമ്മിക്കുന്നുണ്ടോ? എന്തുപറ്റി? ഞാൻ തന്നെയല്ലേ വിളിച്ചേ, അവനെ വിളിച്ചേ. ഇപ്പൊ താൻ ചമ്മിയോ? തമ്മിയണ്ണ അണ്ണാ ഇങ്ങനെ സമയം എണ്ണ എന്നെ ഇറക്കൊണ്ട് പോകാൻ നോക്കണ്ട. മേഡം പറഞ്ഞോളൂ, സെറ്റപ്പ് നോക്കണ്ടോ? എടാ, നീ റൈറ്ററിന്റെ കയ്യിൽ 500 രൂപ കൊടുത്തിട്ട് രസീതും മേടിച്ചോണ്ട് പോക്കോ. പോട്ടാ. ഓ ശരി, താങ്ക് യു മാഡം. മക്കളെ നന്നായി വരും. പിന്നെ വേറൊന്നുമില്ല, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ, എന്ത് കൊലപാതകം ചെയ്തോ, തമ്പിയണ്ണുണ്ട്, ധൈര്യമായിട്ടില്ലേ? എന്താണ്? അയ്യോ, എന്താണ്? തമ്പിയണ്ണം തൊട്ട് ഒരു സ്വർണ്ണ പേൻ കൊണ്ട് പണയം വെച്ചോ കേട്ടോ? ശരിയണ്ണ. പിന്നെ മേഡം, എന്ത് കാര്യം ഉണ്ടെങ്കിലും എന്നെ വിളിക്കണം, മറക്കരുത്. മനസ്സിലായല്ലോ? പിന്നെ എവിടെയെങ്കിലുമേ ഈ കാക്കയുടെ പ്രാവിന്റെ തൂവല് കിട്ടൂ. എന്തിനാണ്? ചെവിയിലിട്ട് കറക്കാനാണ്? അല്ലെന്ന്, SIയുടെ തൊപ്പി വെക്കാൻ. അതിന് നാളത്തെ പത്രങ്ങളിൽ പ്രധാന വാർത്ത, SIയുടെ തലയിൽ പൊൻതൂവൽ. മനസ്സിലായോ? തമ്പിയണ്ണം തൊട്ടാ പൊന്നാവും. ശരി, കൂടെ മേഡം. തനിക്ക് വന്നേ. എന്താ മേഡം? തനിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടെന്നാ പറഞ്ഞേ? അത് ഒരു മത്സ്യകന്യയെ തൊട്ട് അതിന്റെ പേര് മാറിയായിരുന്നു. സ്ത്രീ പീഡനം. പിന്നെ പട്ടിയെ തൊട്ട് പേര് മാറ്റി. മൃഗങ്ങളോടുള്ള ക്രൂരത. പിന്നെ കണ്ണ് വയ്യാത്ത ഒരാളെ ഞാൻ മറ്റേ ബാംഗ്ലൂർ ബസ്സിൽ കയറ്റി വിട്ടില്ലായിരുന്നു. അങ്ങനെ ഉണ്ട്. മനുഷ്യക്കടത്ത്. അല്ല അണ്ണാ, മറ്റേ സാധനം പറഞ്ഞില്ല. ഏത്? നമ്മളെ മെയിൻ സാധനം അമേരിക്കയില്. ഞാൻ മറന്നുകൂടാ. അത് പറ. മേഡം, പിന്നെ വേറെ കേസുണ്ട്. അമേരിക്കയിലെ മറ്റേ ട്രംപ് വന്ന് തലയെ തൊട്ട് സ്വർണം, സ്വർണ്ണക്കടത്ത്. ഞാൻ വിട്ടുപോയ. എല്ലാം കൂടെ കൂട്ടി നിന്റെ തമ്പി എണ്ണൻ ഒരു 5 കൊല്ലം കമ്പി എണ്ണ. 5 കൊല്ലം ജയിലിൽ കിടക്കാവുന്നു. 5 കൊല്ലം ജയിലിൽ കിടക്കും? കിടക്കും. തമ്പി എണ്ണ ജയിലിൽ കിടന്ന എന്ത് സ്വർണ്ണ കൂട്ടി കിടക്കാല്ലേ? മനസ്സിലായില്ല? അണ്ണല്ലേ പോയി കമ്പി തൊടുന്നത്, അത് പിന്നെ സ്വർണ്ണ കൂടാവത്തില്ലേ? ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. തമ്പി എണ്ണ ജയിലിൽ പോകുന്ന മുന്നിട്ട് അണ്ണ എന്തെങ്കിലും പറയാനുണ്ടോ? ജയിലിൽ പോയാലും പോയില്ലെങ്കിലും ഈ തമ്പി അണ്ണന് ഒന്നേ പറയാനുള്ളൂ. എന്തോന്ന്? തെക്കുള്ളപ്പ വടക്കു വാ, വടക്കുള്ളപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പ എങ്ങോട്ടെങ്കിലും പോ. താനിപ്പോ എങ്ങോട്ടും പോകണ്ട, അകത്തോട്ട് പോടോ. മേഡം, ഒരു മിനിറ്റ്. ജോൺ പീറ്റർ
പ്ലീസ് ജയിൽ എൻട്രി മ്യൂസിക്. തെക്കുള്ളപ്പുപ്പ വടക്ക് പോ, വടക്കുള്ളപ്പുപ്പ തെക്ക് പോ, തെക്കും വടക്കുള്ളപ്പുപ്പ എങ്ങോട്ടെങ്കിലും പോ. ഒരു സ്കിറ്റിൽ അത് കേൾക്കാതിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഭീവത്സ്യ. ആരാ? ഇടക്കെട്ട് അവരെന്തൊക്കെയോ പറഞ്ഞു. ഇതിന്റെ വായിലൊന്നും തൊടാൻ പറ്റുമോ? സ്വർണ്ണമായോണ്ട് അത് അടച്ചു വെച്ച് അവിടെ ഇരുന്നോളൂ. അല്ല ഇന്ന് ചേച്ചി ഭയങ്കര ലൈവ്ലി ആയിരുന്നു. അന്നു ചേച്ചി യൂഷ്വലി ഭയങ്കര ഒന്ന് പതിഞ്ഞ് സംസാരിക്കുക. ഇന്ന് ചേച്ചി ഒരു സ്ട്രോങ് ഒരു SIന്റെ റോളാ ചെയ്ത്. സൂപ്പർ ചേച്ചി. ചേച്ചിക്ക് ഒരു IPS ആണോന്നായിരുന്നു ആഗ്രഹം അല്ലേ ചേച്ചി? ഒരു 5 കിലോ പേപ്പറും കൂടെ വേണം അങ്ങനൊന്നും അല്ലാതെ ഹൈറ്റ് കിട്ടാൻ വേണ്ടി. ചേച്ചിനെ കാണാനേ പഴയ സിനിമ നടിമാരൊക്കെ ഉണ്ടല്ലേ, ആ ഒരു age അതുപോലെ ഉണ്ട് എന്ന് പറയണമെന്നാണ് എന്റെ ആഗ്രഹം. ചേച്ചിക്ക് ഇന്ന് കിട്ടിയ ക്യാരക്ടർ ഭയങ്കരമായിട്ടൊന്ന് പെർഫോം ചെയ്യണമെന്നുണ്ട്, പക്ഷെ കുറച്ച് മാത്രമേ ചേച്ചിക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് തോന്നുന്നു അല്ലേ? ചേട്ടന്മാരൊക്കെ അടിച്ചു മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു. മൊത്തം കൊണ്ടുപോയി. ആ ഇങ്ങനെ ഒരു വേഷം ഇനി കിട്ടുകയാണെങ്കിൽ അടിപൊളിയാക്കാൻ പറ്റും. അപ്പൊ ഒരു തവണ അങ്ങനെ ചെയ്തോ ചേച്ചി സ്കോർ ചെയ്യട്ടെ. റോൾ അങ്ങോട്ട് കൊടുക്കണം, തമ്പിച്ചി. തമ്പിയണ്ണന്റെ പൂണ്ട് വിളയാട്ടോ സ്കിറ്റ് ഫുള്ള് നല്ല ലൈഫ് കളിയായിരുന്നു എന്റെ. അല്ലെ തമ്പിയണ്ണൻ നമുക്ക് കുറെ എപ്പിസോഡിൽ അല്ലെങ്കിൽ കുറെ സീരിയസ് ആയിട്ട് പോകാൻ പറ്റിയ ഒരു ക്യാരക്ടറാണ് തമ്പിയണ്ണൻ. കുറെ നാൾ ഇങ്ങനെ തന്നെ പോട്ടെ, സക്സസ് ആയിട്ട്. നിങ്ങൾ ഇത്രയും പെർഫോം ചെയ്തിട്ട് ബാറ്ററി കാണണ്ടേ? പിന്നെ ആരും പറഞ്ഞില്ല, ഞാനേ ഉള്ളൂ ഇതൊക്കെ പറയാൻ വേണ്ടി. ചേട്ടാ നമുക്ക് ബാറ്ററി നോക്കാം ചേട്ടാ. വാ. 20,000 rupees ആണ് നേടിയിരിക്കുന്നത്. ഒന്നും കൂടെ ഒന്ന് ആഞ്ഞു തൊടുവാണെങ്കിൽ പൊന്നുപോലെ കയറാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട്. അതെ, തമ്പിയണ്ണൻ ഇത്തവണ തൊട്ടത് 32 ക്യാരറ്റ് ആയിപ്പോയി. അടുത്തൊരു 9/6. സൂപ്പർ. എന്റെ അപ്പൊ നേരത്തെ പറഞ്ഞാല് ഒന്നും കൂടെ ഒന്ന് ആഞ്ഞ് ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് ആ ബാറ്ററി പൊന്നുപോലെ ഇങ്ങനെ പോകുന്ന കാണാം. ഓക്കെ, ഓൾ ദി വെരി ബെസ്റ്റ്.